ഇന്നത്തെ വീലോഗ് ദിസ് ഇസ് ഇൻ എ വീഡിയോ റെസ്പോൺസ് ടു മലയാളി ഹൗസ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ജനവിഭാഗത്തെ തന്നെ പ്രതിനിധീകരിച്ച ഒരു വ്യക്തി ഇന്നും മലയാളി ഹൗസിലില്ല. ഞാൻ ഈ വീലോഗിൽ ഇത്തിരി മോക്ക് ചെയ്താൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഹീസ് എ വെരി ജെന്യുവിൻ ഗായ്. ലെറ്റ്സ് സീ ഡീപ്. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം കൊണ്ടെടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? സെക്കൻഡ് വൺ ഈസ് സിന്ധുജോയ്. ഭയങ്കര പഞ്ചപാവായിട്ടാണ് എനിക്ക് സിന്ധുജോയിനെ തോന്നിയിട്ടുള്ളത്. എനിക്കറിഞ്ഞൂടാ, അത് എന്റെ ഒപ്പീനിയൻ ആണ്. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടാക്കുക ഏഷണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും സിന്ധുജോയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചില ക്ലിപ്പിംഗ്സ് കാണുമ്പോ ഒന്നും പറയാനില്ല. ഞങ്ങൾ കൂട്ടായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് തീർച്ചയായിട്ടും കേൾക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നീ അറിയാതെ ഒന്നും നടക്കുന്നില്ല. ആ പൂച്ചക്കുട്ടികളുടെ എല്ലാവിധത്തിലുള്ള സൗഖ്യത്തിന് വേണ്ടിയും പ്രസവ സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ ആ പ്രസവത്തിനോട് അടുക്കുന്ന സമയങ്ങളിലുമെല്ലാം അവർക്ക് എല്ലാവിധത്തിലുള്ള ആരോഗ്യവും എല്ലാവിധത്തിലുള്ള ശാരീരികമായിട്ടുള്ള സംരക്ഷണവും കൊടുക്കണമേ ദൈവമേ. Actually, എനിക്കൊരു പാട്ടാണ് ഓർമ്മ. He reminds me of a song, a Malayalam song actually. ഈ പാട്ട് ചൂസ് ചെയ്യാൻ രണ്ട് കാരണമുണ്ട്. കാരണം എപ്പോഴും രാഹുൽ ഈശ്വർ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നടക്കാറ്. അവിടെയും ഇവിടെയൊക്കെ പ്രശ്നം സോൾവർ ആയിരിക്കും എപ്പോഴും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മലയാളി മാമന് എപ്പോഴും രണ്ട് വീടാകും. ഒന്ന് പെരിയ വീട്, ഒന്ന് ചിന്ന വീട്. ഇപ്പൊ മലയാളി ഹൗസ് ഒരു ചിന്ന വീട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും രാഹുലിന്റെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ടോക്ക് അബൌട്ട് സ്നേഹ നമ്പ്യാർ. സ്നേഹ നമ്പ്യാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീസ് നോട്ട് അറ്റ് ഓൾ ജെന്യുവിൻ. വന്ന സമയത്തൊക്കെ ഒന്നുമല്ലായിരുന്നു. പിന്നെ GSP ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഷീസ് എ ഗുഡ് പ്ലെയർ ആക്ച്വലി. വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം റോസിൻ രാഹുൽ റിലേഷൻഷിപ്പിനെ പ്രൊട്ടസ്റ്റ് ചെയ്തു, പിന്നെ അതിനെ കുറെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പൊ റോസിനെ അങ്ങ് ദത്തെടുത്തേക്കാണ്. എനിക്ക് തോന്നുന്നു റോസിൻ ഈ സ്നേഹയുടെ ഇൻഫ്ലുവൻസ് കാരണം കുറെയൊക്കെ ഇങ്ങനെയായിരിക്കണേന്ന്. ആൻഡ് ഭയങ്കര ഒരു വോളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതാണ് ഓർമ്മ വരാറ്. ഞാൻ വിചാരിച്ചേ മലയാളീസ് എന്ന് പറഞ്ഞാൽ മലയാളീസ് സ്നേഹം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹയുടെ വിചാരത്തിൽ സ്നേഹയുടെ അമ്മ വാത്സല്യം കാരണം നമ്മൾ വ്യൂവേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹനെ എന്നാണ്. പക്ഷെ സ്നേഹ, യു ആർ ടോട്ടലി റോങ്. വി റിയലി ഡോണ്ട് ലൈക്ക് യു. റോസിൻ ജോളി ഈസ് ദ മോസ്റ്റ് ഫേക്ക് പേഴ്സൺ ഇൻ മലയാളി ഹൗസ്. ബിക്കോസ് വന്ന കാലത്ത് റോസിൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഷീ വാസ് ഫേക്കിംഗ് ഇറ്റ് ആൻഡ് ഷീ ഈസ് ഫേക്കിംഗ് ഇറ്റ് നൗ. I want to keep a distance from you. തൊട്ടുപോലെ തന്നെ പറഞ്ഞെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നെങ്കിൽ രാഹുൽ പറഞ്ഞു കൊടുക്കിപ്പോ നോക്കി പറ. ഈ വീട്ടിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറ. എന്ത് പറഞ്ഞു? അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്യാം. അല്ല, അതെന്റെ പേഴ്സണൽ കാര്യമല്ലേ. അല്ല രാഹുൽ ഇപ്പൊ മുഖത്ത് നോക്കി പറ. രാഹുൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പറ, പറഞ്ഞു കൊടുക്ക് രാഹുൽ. നീ എന്നോട് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എത്ര No. More than friendship, not. Yes, we do share things more than friendship. We do. We are more than അതാൽ നിന്നോട് ദേഷ്യം ഉണ്ടാവുള്ളൂ. എനിക്ക് അതിന്റെ മുമ്പ് നിന്നോടൊന്നും ഉണ്ടായില്ല. എനിക്ക് അവന്റെ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. നിന്നെപ്പറ്റി എല്ലാം എനിക്ക് വിഷമം. ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഇപ്പോഴല്ല. തമാശക്കൊക്കെ അല്ല വിശ്വാസം അല്ല. എനിക്ക് സംസാരിക്കാൻ പറ്റാനോട് എനിക്ക് ആരോട് സംസാരിക്കാൻ പറ്റില്ല. ചേച്ചിയാണ് എന്റെ എത്ര സങ്കടത്തിലാണ്. Maybe because she's fed up living in Malayali house. And Sandy പോയതിനു ശേഷം she's literally like a നനഞ്ഞ കോഴി. Tingle is very genuine. നല്ല ബോൾഡാണ്. വെട്ടൊന്ന് മുറി രണ്ട് സ്വഭാവമാണ്. ഒരു ചെറിയ കാര്യം എനിക്ക് ഇഷ്ടമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവനും ചെയ്യുന്ന കുറ്റമൊന്നും കാണാണ്ട് ബാക്കിയുള്ളവരിൽ മാത്രം എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കുട്ടിക്ക് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരുപാട് അങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളതാണ്.
പിന്നെ എനിക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് പറയാൻ ധൈര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രാത്രി ഇങ്ങനെ വന്നിട്ട് തലക്കടിച്ച് കൊന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലത്തും അവിടെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇതെന്താ സാഷ ഹൗസ്? പ്ലീസ്, ഞാൻ ഒരു പ്രസ്ഥാനം എനിക്ക് വെക്കാനുണ്ട്. ഒരു പ്ലീസ് മലയാളി ഹൗസ് എന്ന് പേര് മാറ്റിയിട്ട് പ്ലീസ് ഇതിനെ സാഷ ഹൗസ്. പ്രോബ്ലം ഇതാണ്, വൈ ഇസ് ഹി ദ ഓൺലി പേഴ്സൺ ഹൂ ഇസ് തിങ്കിങ് ദാറ്റ് ഇവന് മാത്രമേ ബ്രെയിൻ ഉള്ളൂ? നമ്മൾ ഏതായാലും എന്താ നിന്റെ വന്നവനാണോ? Because you're sounding like Hello, I will say all these things because you believe in my mind. ക്ലിപ്പിംഗ് ഷെറിന്റെ ഈ ഒരു ക്ലിപ്പിംഗ് കണ്ടു. എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ കാര്യം പറഞ്ഞു പോവാം. അല്ല കാര്യം പറഞ്ഞു കേക്ക്, കാര്യം പറഞ്ഞു കേക്ക്, കാര്യം അല്ല. ഷെറിൻ പോയിട്ട് നാളെ ഇപ്പൊ GSP-നാണ് ചെരുപ്പൂരി അടിക്കാൻ നിൽക്കും ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റും ഒരു ഹ്യൂമൻ ബീങ് അല്ലേ, ചെയ്യാൻ പാടുന്ന എനിക്ക് തോന്നിയില്ല. ഷെറിന്റെ ഒരു ഡേർട്ടി പ്ലേസോ സ്ട്രാറ്റജീസോ ഒന്നും ഇല്ല. ഹൗസിൽ അപ്പുട്ടനാണ് എടുത്തത്. എക്സ്ട്രീംലി ഇന്റലിജന്റ്, കുറച്ച് കോമൺ സെൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. ദാറ്റ് ഐ റിയലി ഡോണ്ട് ലൈക്ക്. പിന്നെ ഈ ഒരു ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നേരത്തെ ഷെയർ ചെയ്തതാണ്. സോ അതുകൊണ്ട് ഇൻക്ലൂഡ് വിളിക്കാൻ പോലും പറ്റാതെ ഒരു 10 ദിവസത്തിൽ കൂടുതലൊന്നും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ് 15 വർഷമാവണം. ഇതുവരെ ആകെ പോകാതിട്ടുള്ള ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് മാത്രം. അപ്പുകുട്ടാ നീ വന്നേ, ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാണ് പുല്ലേ. രഞ്ജിനി ഹരിദാസിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഐ ഫൗണ്ട് ദ ആൻസർ അതർ ദാൻ സാഷ. സാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നും ഇന്നും ഏക് പോലെ ആണ്. പക്ഷെ ഐ റിയലി ലൈക്ക് ഹർ. കാരണം മലയാളി ഹൗസ് ഒരു മലയാളത്തിന്റെ ആഘോഷത്തില് ഞാൻ ഒരു 5 വരികൾ നിങ്ങൾ മുമ്പിൽ പ്രസ്തുത ചെയ്യാൻ പോവാണ്. എന്റെ പേര് സാഷ, എനിക്കുമുണ്ട് ഒരു ആശ, തീർക്കണം എന്റെ ആകാംക്ഷ, നീക്കണം എനിക്ക് ഒരു സാക്ഷ, പഠിക്കണം എന്റെ ഒരു പ്രതീക്ഷ, മലയാളം എന്ന ഭാഷ. എസ്പെഷ്യലി ആഫ്റ്റർ ഹിയറിംഗ് ഹർ സ്റ്റോറി എനിക്ക് തോന്നി ഭയങ്കര പാവാണെന്ന് എനിക്ക് തോന്നി സാഷ. പിന്നെ നീനാക്കുറുപ്പ് ഒരു ഏഷ്യനിക്കാരിയാണ്. എല്ലാവരും എന്റെ സൈഡിൽ പിടിച്ചു നിർത്തണം എന്നൊക്കെയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ എന്നിരുന്നാലും നീനാക്കുറുപ്പിന്റെ മോള് വീട്ടിൽ വന്നിട്ട് അവര് അമ്മയും മോളും തമ്മിലുള്ള ഒരു അഫെക്ഷൻ കണ്ടപ്പോ എനിക്ക് ഐ സ്റ്റാർട്ട് ലൈക്കിങ് ഹർ. ബാക്കിയുള്ള സമയത്ത് എന്റെ ഫ്രണ്ട്സ് പറയായിരുന്നു നീന എന്നെ പോലെ തന്നെയാ ഭയങ്കര ചാടി ഓടിയിട്ടൊക്കെയാണ്. മാവേ പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, മമ്മ കരുന്നത് സത്യമായിട്ട് മാമ എപ്പോഴാണ് തരുന്നത്? ഒരാഴ്ച എപ്പോഴാണ് തരുന്നത്? ഒരു നാള് പോകുമ്പോ കരഞ്ഞു, അത് പോകുമ്പോ കരഞ്ഞു. അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. മമ്മ മാവേ നീ മമ്മ പോകുമ്പോ കരയാറില്ല. അതുകൊണ്ട് മമ്മയ്ക്ക് കരുതേനെ കമ്പനി പറഞ്ഞ ഇപ്പൊ തിരുത്തണം. ഇല്ല നീന ഭയങ്കര ഇത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. എനിക്ക് സോജൻ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു റൂഡ്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ഹിം. ഒരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നില്ല മലയാളി ഹൗസിൽ. ഒരു ആവശ്യമില്ലാണ്ട് ഒരു ഫർണിച്ചർ പോലെ. നോക്ക് പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ നീ ഒരാളെ കൈയും കാലും തല്ലി ഒടിക്കും. ഭയങ്കര ഭീകരമായ സീൻ ഞാൻ സൃഷ്ടിക്കും. അതിനു മുമ്പ് ഇറിറ്റേഷൻ നിർത്തിക്കോളം പറയുക. രാഹുൽ ലാസ്റ്റ് വാണിംഗ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇറിറ്റേഷൻ നിർത്തിക്കോളം പറയുക. ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ നോക്കൂല, കൈയും കാലും ഉശിരുള്ള പള്ളികളുണ്ടെങ്കിൽ തർക്കണം. ഈരിക്കാരൻ ജോസിന് എത്തിപ്പത്തികളാരുമല്ലേ? ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്കിത് ഇതാണ്. പിന്നെ പറയാൻ സന്തോഷ് പണ്ഡിറ്റ് SP1 SP2 SP3 എനിക്ക് സന്തോഷ് പണ്ഡിറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അയാള് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഐ മീൻ എന്തൊക്കെ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം കഴിവിലാണ്. അയാൾ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തുണ്ടെങ്കിലും ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ വിടുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പോളിഷ് കയ്യിൽ സംസാരിക്കാനോ നടക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ല. അതിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്.
സത്യമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരായിട്ടും ദേഷ്യമോ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ വെരി കൂൾ ഗായ്. ആൻഡ് വൺ മോർ തിങ് ഐ നോട്ടീസ് ടുഡേ ഇസ് ദാറ്റ് ഹി ലുക്സ് ലൈക്ക് സിദ്ധാർത്ഥ് മാലിയ. ശരിയല്ലേ? അത് എന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. 16 പേര്, ഒരു വലിയ വീട്, പക്ഷെ എല്ലാ മുറികളും പൂട്ടിയിരിക്കുന്നു. കമ്മിങ് സൂൺ മലയാളം. അവസാനം എനിക്ക് രേവതിയെ കുറിച്ചാണ് പറയാനുള്ളത്. ഷീ ഷുഡ് ടേക്ക് എ സ്റ്റാൻഡ് ലൈക്ക് വാട്ട് സൽമാൻ ഡിഡ് ഇൻ ബിഗ് ബോസ്. എനിക്ക് അത് എപ്പോഴും തോന്നാറുണ്ട്. കുറച്ചും കൂടി സ്ട്രോങ് ആയി, കുറച്ചും കൂടി ബോൾഡ് ആയി ഡിസിഷൻസ് എടുക്കണം. അതായത് നീ വലിയ വർത്താനം പറയണ്ട, നീ ചെയ്ത് ഞാൻ കണ്ടു എന്ന് തിരിച്ച് ഇതുവരെയും ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻസോ സജഷൻസോ മലയാളി ഹൗസിന്റെ പാർട്ടിസിപ്പൻസിനെ കുറിച്ചുണ്ടെങ്കിൽ post your comments or PM me.